തുടങ്ങാം. ടീച്ചുവിന്റെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ടീച്ചുവിന്റെ പിള്ളേര് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാമല്ലോ? ടീച്ചുവിന്റെ പേര് കേൾക്കാമല്ലോ? ഗൂഗിൾ മീറ്റ് കേൾക്കാം. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ച ഭാഗം എന്ന് പറയുന്നത് GNP ആയിരുന്നു അല്ലേ? GNP എന്താണെന്ന് അറിയാമല്ലോ? What is the full form of the GNP? എന്താണ്? ആരുടെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്? GNP കണക്കാക്കുന്നതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ GNP? എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്? എന്താണ്? ഗംഗാജി ഗംഗ അനഘ മോൾബി അനഘ അനഘ പിള്ളേരെ കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കേൾക്കാം സാർ. എങ്കിൽ പറയൂ, ബിനിൽ പറയൂ. Gross national product is an important property of national income. ഓക്കെ. പിന്നെ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? മലയാളം മീഡിയം അൻസു നെൽസൺ, സാന്ദ്ര സന്തോഷ് പറയൂ. എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല്? രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. പുസ്തകം വായിച്ച് പറയണ്ട, അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം പറയൂ. എനിക്ക് അതാണ് വേണ്ടത്. പുസ്തകത്തിലെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്താണ് അന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നോ? ഞാൻ ആകുന്ന ചോദിച്ചിട്ടല്ലേ പോയത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് രാവിലെ ഇത്രയും സമയം ഞാൻ ഇരുന്ന് കഷ്ടപ്പെടുന്നത്. കാരണം രാവിലെ എനിക്ക് ഇവിടുന്ന് 6:50 പോകേണ്ടതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി രാവിലെ 6 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച കിട്ടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാതെ കൂടി ഇരുന്നാൽ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട്
എല്ലാവരും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഞാൻ എന്തായാലും പിറ്റേ ദിവസം ചോദിക്കും. അത് മനസ്സിലാക്കി വേണം എല്ലാവരും വരാനായിട്ട്. ഞാൻ കുറെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നു നിങ്ങളോടന്ന്, അല്ലേ? എന്തായിരുന്നു എക്സാമ്പിള്? എന്തായിരുന്നു എക്സാമ്പിള്? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട്, അല്ലേ? ആ ഷർട്ട് ഒരു ഷർട്ടായി വരണ എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വേണ്ടത്? എന്തെല്ലാം റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? ഈ പാഠമൊക്കെ നമ്മൾ കഴിയേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇത്ര സ്ലോയിൽ ഞാൻ എടുത്തു പോകുന്നത്. അപ്പൊ നിങ്ങളോട് സഹകരിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇതിവിടെ കിടക്കും. സോ നോക്കൂ, അപ്പോൾ ഒരു ഷർട്ട് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വേണ്ടത്? ഒരു തുണി എടുത്ത് വെച്ചാൽ തന്നെ ഷർട്ടായി വരുമോ? പിന്നെ എന്തെല്ലാം വേണം? എന്തെല്ലാം വേണം? ആ, ബട്ടൺസ് വേണം. ആ, ക്ലോത്ത് തുണി വേണം. ആ, ഇവയെല്ലാം ചേർത്ത് അതിന്റെ ആ ഒരു രൂപത്തിൽ തയ്ച്ചെടുത്തെങ്കിൽ മാത്രമേ ഷർട്ട് ആവത്തുള്ളൂ. അപ്പൊ ആ ഷർട്ട് ചുമ്മാ അവിടെ വെച്ചോണ്ടിരുന്നാ മതിയോ? മതിയോ? ഷർട്ടോട് ചുമ്മാ വെച്ചോണ്ടിരുന്നാ മതിയോ? അത് വിറ്റ് പണമാക്കണ്ടേ? വേണ്ടേ? വേണം സർ. ആ, അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തത്തിലുള്ള സാധനങ്ങളുടെ ആകെ കിട്ടുന്ന പണത്തിന്റെ മൂല്യമാണ് മണി വാല്യൂ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. ആ മണി വാല്യൂ ആണ് എന്തായിട്ട് കണക്ക് കൂട്ടുന്നത്? GNP ആയിട്ട് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായോ? ഇനി ഇന്ത്യയിലൊരു എക്കണോമിക് ഇയർ തുടങ്ങുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? എന്ന് മുതൽ എന്ന് വരെയാണ് ഇന്ത്യയിൽ ഒരു എക്കണോമിക് ഇയർ തുടങ്ങുന്നത്? അതാണ് നമ്മൾ അവസാനം. ആ, April 1, April 1 to March 31, അല്ലേ? April 1 മുതൽ March 31 വരെയാണ് എന്ത് ഇന്ത്യയിലെ ഒരു എക്കണോമിക് ഇയർ തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായല്ലോ? നാളെ അല്ലേ ഞായറാഴ്ച? ആ, നാളെ നമ്മുടെ 2 സെക്കൻഡ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? സിഗ്നേച്ചർ ആൻഡ് ടൈം, അതേപോലെ തന്നെ മറ്റേ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മറ്റേ ചാപ്റ്ററിലെ ഹിസ്റ്ററിക്കകത്തെ റാഫ് എക്സ്ചേഞ്ച്. ആ 2 പാഠത്തിന്റെ ഗൂഗിൾ ഫോം നാളെ കാണും. ഈ പാഠഭാഗം എല്ലാവരും നന്നായിട്ട് പഠിക്കണം. കേട്ടല്ലോ? ഓക്കെ. മലയാളം മീഡിയംകാരുടെ ഇംഗ്ലീഷ് മീഡിയംകാരുടെ സെപ്പറേറ്റ് ഗൂഗിൾ ഫോം ഞാൻ ഇടും. പിന്നെ ആരും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ള പരാതി പറയാൻ പാടില്ല. കാരണം അത് നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. പിന്നെ അതിന്റെ PDF വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഇട്ട് തരാം. പക്ഷെ അതുകൊണ്ട് വാല്യൂ ചെയ്യാനൊക്കെ അത് ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം എടുക്കും. ഈ തിരക്കിനിടയ്ക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് എഴുതാൻ കഴിയാത്തവര് ആ ക്വസ്റ്റ്യൻ എഴുതാൻ കഴിയാത്തവർക്കൊന്ന് ഇട്ട് കൊടുക്കുക. അവരെങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അതല്ലാതെ നമുക്കിപ്പോ മറ്റൊരു സൊല്യൂഷൻ അതിനകത്ത് പറയാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം.
gross national product considered only the final products. ഇത് ഏത് പ്രൊഡക്ട്സിനെ മാത്രമേ പരിഗണിക്കത്തുള്ളൂ? GNB. ഫൈനൽ പ്രൊഡക്ട്സ്. ഫൈനൽ ഗുഡ്സിന് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. മറ്റേ തുണിയോ നൂലിനെയോ അല്ലെങ്കിൽ ബട്ടൺസിനെയോ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. മറിച്ച് എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? ഷർട്ടിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഫൈൻഡ് ഔട്ട് ദ മോർ എക്സാമ്പിൾസ്. ആർക്കെങ്കിലും മറ്റൊരു എക്സാമ്പിൾ ഇതേപോലത്തെ ഒരു ഫൈനൽ ഗുഡ്സിന്റെ ഫൈനൽ ഗുഡ്സ് എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുന്നു എന്ന് ആർക്കെങ്കിലും പറയാം. ബിനിൽ. ഗൂഗിൾ മീറ്റുകാർ കേൾക്കാവില്ല അല്ലേ? ആ, ഇങ്ങനെ ഒരു ഫൈനൽ ഗുഡ്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കാം. മറ്റൊരു എക്സാമ്പിൾ, നമ്മളിവിടെ ഷർട്ടാണ് ഇപ്പൊ പറഞ്ഞത്, അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആർക്ക് പറയാം? അനക. എന്താണ്? പേന. ഓക്കെ. പേന എന്തൊക്കെയാണ് അതിന് വേണ്ട റോ മെറ്റീരിയൽസ്? പേന ഒരു ഫൈനൽ ഗുഡ്സ് ആണ്. ആ പേന നിർമ്മിക്കാൻ നമുക്ക് എന്തെല്ലാമാണ് വേണ്ടത്? മഷി വേണം. മഷി വേണം. അത് നിർമ്മിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക് വേണം അല്ലേ? റീഫില്ലർ നിർമ്മിക്കണമെങ്കിലും അതിന്റെ പുറംചട്ട നിർമ്മിക്കണമൊക്കെ പ്ലാസ്റ്റിക് വേണ്ടേ? അപ്പോൾ അതെല്ലാം ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു പേനയാകുന്നത്. അതേപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് നിർമ്മിക്കണമെങ്കിൽ പേപ്പർ വേണം, പശ വേണം അല്ലേ? ബൈൻഡ് ചെയ്യാനുള്ള പുറംചട്ട വേണം. ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? ഒരു പേനയായിട്ട് അത് മാറുന്നത്. മനസ്സിലായോ? ഇത്തരത്തില് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി നിങ്ങൾ നാളെ വരുമ്പം പട്ടികപ്പെടുത്തിക്കൊണ്ട് വരണം. എല്ലാവരും ഒരു 5 എക്സാമ്പിൾ എങ്കിലും ഓരോരുത്തരും കണ്ടെത്തണം. ഒരാൾ വ്യത്യസ്തമായ എക്സാമ്പിൾ വേണം എല്ലാവരും കണ്ടെത്താനായിട്ട്. കേട്ടോ? കണ്ടെത്തുമല്ലോ? ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? പരീക്ഷയ്ക്ക് ചോദിക്കുക, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ GDP എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് എന്തെഴുതണം? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം? Gross domestic product is the most suitable concept of national income to analyze the contribution of sectors in an economy. The GDP of a country is the total money value of the final goods and services produced within
the domestic territory during a financial year. The income of people working abroad ക്ലിയർ ആവുന്നില്ല. എന്തോ ഇവിടെ ഭയങ്കര മഴയാ, ഒന്നും ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ക്ലിയർ ആവുന്നില്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്യുക. അതല്ലാതെ ഇപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ക്ലാസ് യൂട്യൂബിൽ കാണുക ഓക്കെ സാർ. കേട്ടോ. ഓക്കെ സാർ. നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയേ? People working abroad and the profit of institutions and firms operating. മഴ ഉണ്ടോ പിള്ളേരെ അവിടെ? നല്ല മഴ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. abroad will not ഇടിയുണ്ട പറയണേ. be included while calculating the gross domestic product. By example, suppose an Indian firm operate in America, the profit of that institutions will be included in the gross domestic product of America, but in the gross national product of India. അതായത് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് GDP അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണ്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് GDP എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ല GDP എന്ന് അതിന്റെ ഷോർട്ട് ഫോമിൽ പറയും. ഇംഗ്ലീഷിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. മനസ്സിലായോ? ഓരോ മേഖലകളും തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തില് എക്കണോമിക് അനാലിസിസിന് ഓരോ മേഖല ഏതൊക്കെയാണ് ആ മേഖല ഏതൊക്കെയാണ് ആ സെക്ടർ എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ഏതൊക്കെയാണ് സെക്ടർ? 3 സെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ അല്ലെ? വ്യാവസായിക മേഖല, കാർഷിക മേഖല, സേവന മേഖല. ഈ 3 മേഖലകളുടെയും തരംതിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് വേണ്ടി നമുക്ക് എന്തിനെ ഉപയോഗിക്കാം? GDPയെ അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ ഉപയോഗിക്കാം. നമ്മളുടെ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് ഞാൻ ടീച്ച്മെന്റിൽ ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ടീച്ച്മെന്റിൽ കയറാൻ കഴിയാത്ത, വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് പോലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടുന്ന് മെറ്റീരിയൽ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അവിടെ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ കൊണ്ട് കേട്ടോ. അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാം. ഈ ചാപ്റ്ററിന്റെ ഇട്ടിട്ടുണ്ട്. സോ അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇനി മുതൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം പഴയ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ളത് അതിനകത്തേക്ക് പോസ്റ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ആദ്യം മുതൽ ക്ലാസ്സുകൾ കാണണമെങ്കിൽ അവിടെ പോയി കാണാം കേട്ടോ. എന്നാലും നിങ്ങൾ കുറെ പിള്ളേർക്ക് ആദ്യം ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ആവേശമൊന്നും ഇപ്പൊ ഇല്ല. അത്തരത്തിലുള്ള ആളുകളെ ഞാൻ ക്ലാസ് ടീച്ചേഴ്സിന്റെ തന്നെ ലിസ്റ്റ് എടുത്ത് ഞാൻ കണ്ടുപിടിച്ച് അവരുടെ പേരൻസിനെ ഞാൻ വിളിക്കും ആരൊക്കെയാണെന്ന്. അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. സോ നോക്കിക്കോ.
ഈ നാഷണൽ ഇൻകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അത്യന്താപേക്ഷിതവുമായ ഒരു ആശയം എന്ന് പറയുന്നതാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. മനസ്സിലായോ? അതായത് ഒരു സാമ്പത്തിക വർഷം, ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്നാണ് ഞാൻ പറഞ്ഞു, നമ്മുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ആ ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിന്റെ അതിർത്തിയില് അഥവാ ഡൊമസ്റ്റിക് ടെറിറ്ററി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെയുള്ള പണമൂല്യം അഥവാ മണി വാല്യൂ, ടോട്ടൽ മണി വാല്യൂ, ആകെയുള്ള പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ എന്താണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഡാഷ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ ഫുൾ ഫോം, ഷോർട്ട് ഫോം? GDP. കേട്ടോ? എന്താണ് GDP? അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം, മലയാളം മീഡിയംകാരും അത് ഓർത്തിരിക്കണം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്ന്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ, വെളിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് ലഭിക്കുന്ന വരുമാനം ശരിക്കും ഈ GDP ഉൾപ്പെടുത്തുന്നില്ല. മനസ്സിലായോ? നിങ്ങളെല്ലാവരും ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. നിങ്ങളെല്ലാവരും ഗൾഫിലാണ്. നിങ്ങളെല്ലാവരും ഗൾഫിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട് ഒരു വർഷം. ആ ഒരു വർഷം നിങ്ങൾ സമ്പാദിക്കുന്ന തുക അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ നേടുന്ന ആ പണത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഒരിക്കലും ഇന്ത്യയുടെ GDP ഉൾപ്പെടുത്തത്തില്ല. ഉൾപ്പെടുത്തുമോ? ഉൾപ്പെടുത്തുമോ? കാരണം എന്താണ്? രാജ്യത്തിന്റെ അതിർത്തിയിലല്ല അത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഉത്പാദനം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബിലിപ്പ് ഇന്റർനെറ്റിക്ക് വലിയൊരു മൊബൈൽ കമ്പനി ഉണ്ട്. അത് അമേരിക്കയിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. അവന് കിട്ടുന്ന ലാഭം അത് ഒരിക്കലും നമ്മളുടെ GDP ഉൾപ്പെടുത്തത്തില്ല. മറിച്ച് ആരുടെ GDP അത് ഉൾപ്പെടുത്തുന്നത്? ആരുടെ GDP ഉൾപ്പെടുത്തുന്നത്? അമേരിക്ക. വെരി ഗുഡ്. അമേരിക്കയുടെ GDP ഉൾപ്പെടുത്തുന്നത്, അല്ലേ? അമേരിക്കയുടെ GDP അത് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോ GDP എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാം, അല്ലേ? അപ്പോൾ ബിനിൽ പീറണിയുടെ ആ ഒരു ലാഭം ഏത് GDP ഉൾപ്പെടുത്തുന്നു? ആരുടെ GDP ഉൾപ്പെടുത്തുന്നത്? പക്ഷേ ഇന്ത്യ വേറൊരു ആശയത്തിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഏതായിരിക്കും അത്?
ആർക്ക് പറയാം? ആർക്കെങ്കിലും ഞാൻ നോക്കട്ടെ മിടുക്കന്മാരുണ്ടോന്ന്, മിടുക്കികളും മിടുക്കന്മാരും ഉണ്ടോന്ന്. ഇന്ത്യയുടെ അത് ഏ സാറേ ഒന്നുകൂടെ പറയാം. പറയാം. അതായത് നിന്റെ മൊബൈൽ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭം നീ അത് അമേരിക്കയുടെ GDP യിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ അല്ലല്ലോ, നീ ഇന്ത്യയിലെ പൗരനുമാണ് അല്ലേ? ആണല്ലോ, ഇന്ത്യയിലെ പൗരനാണല്ലോ. ആണ്. പാകിസ്ഥാനിയാണോ? അല്ല, ഇന്ത്യനാ. എടാ ആർ യു പാകിസ്ഥാനി? No, we are Indians. ഓക്കെ. അപ്പോ നിന്റെ ആ വരുമാനത്തെ നമ്മൾ ഏത് GDP ഉൾപ്പെടുത്തും? അമേരിക്കയുടെ GDP യിലാണ് ഉൾപ്പെടുത്തുന്നത്. ആണല്ലോ. നിന്റെ ഉൽപാദനം നടന്നിട്ടുള്ളത് അമേരിക്കൻ ടെറിട്ടറിയിലാണ്. ആണല്ലോ. ആണ്. അമേരിക്കയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലാണ് നിന്റെ ആ മൊബൈൽ കമ്പനിയുടെ ഉൽപാദനം നടന്നിട്ടുള്ളത്. പിള്ളേരെ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കാൻ പറ്റാത്തത് ആരൊക്കെ ഇതിനകത്ത് എവിടൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അപ്പോഴ് അത് ഇന്ത്യയുടെ GDP യിൽ ഉൾപ്പെടുത്തുന്നില്ല, പക്ഷെ ഇന്ത്യയുടെ മറ്റൊരു സാമ്പത്തിക ആശയത്തിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. എവിടെയായിരിക്കും? ആർക്ക് പറയാം? GNP. What is a GNP? Gross National Product. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ? സാന്ദ്ര കെ സന്തോഷ്, എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്? പറയൂ. പറയും, സമയം പോവല്ലേ, സമയം കളയരുതേ. പോയി. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? മലയാളം മീഡിയം വേറെ ആരുണ്ട് ഇതിനകത്ത്? അവരെ തെരഞ്ഞു പിടിക്കാനാണ് ഭയങ്കര പാട്. സാന്ദ്ര, ഇതിന് മുമ്പത്തെ ആ പേജ് എടുത്തിട്ട് നോക്കി. അവിടെ കിടപ്പുണ്ട്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപ്പന്നം. പിള്ളേരെ, മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ കിട്ടുന്ന പണമൂല്യമല്ലേ? അല്ലേ? അപ്പൊ ഈ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ പറയും. പറയൂ പിന്നിൽ. ആർക്കെങ്കിലും പറയാം?
എന്തിനും ഈ ഇത് വളരെ അല്പം കോംപ്ലിക്കേഷൻ പിടിച്ച സാധനമായി ഈ GNP GDP. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ കഷ്ടപ്പെട്ട് എഴുതിച്ചുകൊണ്ട് വളരെ സ്ലോയിൽ പോകുന്നത്. മൊത്ത ദേശീയ ഉൽപ്പന്നവും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. ആണല്ലോ. അതിനകത്ത് ബിനിലിന്റെ കമ്പനി ഉൾപ്പെടും. കാരണം അവൻ ഈ രാജ്യത്തുള്ളവനാണ്, അല്ലേ? പക്ഷേ അതുപോലല്ല മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് ഇന്ത്യയുടെ രാജ്യാതിർത്തി മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മറ്റ് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളുടെ കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ രാജ്യത്തിന്റെ GDP ഉൾപ്പെടുത്തത്തില്ല. മറിച്ച് നമ്മളുടെ രാജ്യത്തിന്റെ GNPയിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ GDPയും GNPയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി സർ. അതായത് ഇന്ത്യയിൽ GDP കണക്കാക്കുമ്പോൾ ഇത്തരത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനവും സ്ഥാപനങ്ങളുടെ വരുമാനവും ഒന്നും ഇന്ത്യൻ GDPയിൽ കണക്കാക്കില്ല. മറിച്ച് അത് ഇന്ത്യൻ GNPയിലാണ് കണക്കാക്കുന്നത്. അത് അത്തരത്തിലുള്ള വരുമാനം ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ GDPയിൽ കണക്കാക്കും. മനസ്സിലായോ? കിട്ടിയോ? മനസ്സിലായില്ലെന്ന് പറ. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായി സർ. അപ്പൊ GNP എന്താണെന്ന് GDP എന്താണെന്ന് മനസ്സിലായി? പറയാം. മക്കളെ, നമ്മൾ ആദ്യം പഠിച്ച GNP ആണല്ലോ. GNP എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. ഓക്കെ, അത്രയും ഭാഗം മനസ്സിലായല്ലോ. ചിലപ്പോൾ ഇന്ത്യയുടെ സ്ഥാപനങ്ങള്, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന മറ്റാളുകളുണ്ട്, മറ്റാളുകൾ പുറത്തു പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാം വരുമാനം GNPയിലാണ് കണക്കാക്കുന്നത്. GNP എന്ന് വെച്ചാൽ മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ഓക്കെ. പക്ഷേ GDP എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ്. ടോട്ടൽ മണി വാല്യൂ ആണ്. മനസ്സിലായോ? ഇപ്പം ഏകദേശം ഒരു ധാരണ കിട്ടിയോ? ഇപ്പൊ GNP GDP എന്താണെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടി. ഒന്നും കൂടെ ഞാൻ പറയാം. മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം. അതിൻ്റെ അകത്ത് രാജ്യാതിർത്തി ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടില്ല, ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? GNPക്കകത്ത് എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഇല്ല. അപ്പോള് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റെനിലിന്റെ കമ്പനിയുടെ വരുമാനവും നമ്മളുടെ GNPയിൽ കൂട്ടും. അതേപോലെ തന്നെ ഞാൻ ഗൾഫിൽ ഒരു സ്കൂളിൽ പോയിട്ട് ഇവിടുത്തെ ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യണ, അതും ഏതിൽ വരും? അടുത്ത വർഷം ഞാൻ നിങ്ങൾ 10ാം ക്ലാസ്സിലാവുമ്പോഴത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാനൊരു ഗൾഫിലെ ഒരു സ്കൂളിലേക്ക് പോവാം. ഓക്കെ. ഒരു 2 വർഷത്തെ ലീവ് എടുത്തിട്ട് ഞാൻ എവിടേക്ക് പോകുന്നു? ഗൾഫിലോട്ട് പോവാ. പോട്ടെ?
പോവണ്ട. വേണ്ട സർ. അത് ചുമ്മാ. സോ ഇല്ല. എന്താടാ? ചുമ്മാതല്ല സാറേ, ചുമ്മാതല്ല. അല്ലേ? സോ ഞാൻ എന്തിനാണ് ഗൾഫിൽ പോകുന്നത്? എനിക്ക് വേറെ പണിയുണ്ട്. സോ നോക്ക്, അപ്പോൾ ഞാൻ അങ്ങനെ ഗൾഫിൽ പോയി സമ്പാദിച്ചൊരു 2-3 കോടി രൂപ എനിക്ക് കിട്ടി. അത് ഇന്ത്യയുടെ GDP ഉൾപ്പെടുത്തുവോ അമേരിക്കയുടെ GDP ഉൾപ്പെടുത്തുവോ? അമേരിക്കയുടെ GDP ഉൾപ്പെടുത്തും. അപ്പൊ അത് ഇന്ത്യയുടെ ഏത് ആശയത്തിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്? GNP അല്ലേ? അപ്പോ ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്നിട്ട് അയാൾ ഇവിടുത്തെ ഒരു റിസോർട്ടിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന വരുമാനം ഇന്ത്യയുടെ GDP ഉൾപ്പെടുത്തുവോ GNP ഉൾപ്പെടുത്തുവോ? GDP. ആ, വെരി ഗുഡ്. GDP എന്തിലായിരിക്കും ഇത് ഉൾപ്പെടുത്തുന്നത്? മറ്റേത് GNP. ആ, അമേരിക്കയുടെ GNP അത് ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയോ? GNP എന്താണെന്നും GDP എന്താണെന്നും കിട്ടിയോ? ഓക്കെ. ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടേ പറയണം, ധൈര്യം. ഇല്ല സാർ, ഇല്ല. അപ്പോൾ അവസാനമായി ഒന്നും കൂടെ ഞാൻ പറയാം. GNP എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, അത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ചോട്ടെ, എവിടെ ഉൽപ്പാദിപ്പിച്ചോട്ടെ, അമേരിക്കയിൽ ജോലി ചെയ്യുന്നവനായിട്ട്, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവനായിട്ട്, അവരുടെ എല്ലാം വരുമാനം ഇന്ത്യയുടെ GNP ഉൾപ്പെടുത്തും. മറിച്ച് GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം അഥവാ ടോട്ടൽ മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. NNPയിലേക്ക് പോകാം. ഡിഗ്രിയിൽ ആരെങ്കിലും എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിക്കാൻ പോകുന്നുള്ളവരെ ഇതിന്റെ വിശദമായിട്ടുള്ള പഠനം നടക്കും അവിടെ, ഡിഗ്രിയിലും +2ലും ഒക്കെ. ഓക്കെ. അടുത്തത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP. NNP, if you purchase a computer and a cell phone, it's a net year, will you get same amount that you spend while purchasing it? Why? Similarly, with time, machinery and other things, some of them wear and tear, the cost incurred to remedy this wear and tear is term and depreciation charges. Term and depreciation charges അഥവാ കുറച്ചുകൂടെ മലയാളത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുമ്പോൾ പറയാം. ടൈം ആൻഡ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ തേയ്മാന ചെലവാണ്. The depreciation charges
are taken into consideration while calculating the national income. When we deduct depreciation charges from the gross national product, we get the net national product. Technically, the net national product is considered as national income. അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP എന്ന് പറഞ്ഞാല് റെനിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ വർഷം 50,000 രൂപയുടെ ഒരു മൊബൈൽ വാങ്ങും. 50,000 രൂപയുടെ ഒരു മൊബൈൽ വാങ്ങി നിങ്ങൾ ഈ ഒരു വർഷം മുഴുവൻ അതിനെ ഉപയോഗിച്ചിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ഫെസിലിറ്റി ഉള്ള 60,000 രൂപയുടെ ഒരു ഫോൺ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ ഫോൺ വേണ്ട, ഞാനിതങ്ങ് വിറ്റേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫോണിനെ എന്ത് ചെയ്യും? ഈ ഫോണിനെ നിങ്ങൾ എന്ത് ചെയ്യും? വിൽക്കുമല്ലോ. നിങ്ങൾ ഇതിനെ വിൽക്കുമല്ലോ. അങ്ങനെ ഈ 50,000 രൂപയുടെ ഫോണ് നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പറയാം, ചേട്ടാ ഇത് ഞാൻ 50,000 രൂപയ്ക്ക് വാങ്ങിയ ഫോണാണേ, എനിക്കൊരു 50,000 രൂപ തന്നിട്ട് ഇതങ്ങ് എടുത്തോളം പറഞ്ഞാൽ അവരങ്ങ് എടുക്കുവോ? പിന്നെ അവർ എത്ര രൂപ തരും? 20,000-25,000 രൂപ തന്നാ ഭാഗ്യം അല്ലേ? അപ്പൊ അവര് പറയും, ചേട്ടാ ഇതിന് ഞങ്ങളൊരു 25,000 രൂപ, അത്രയൊന്നും ഇല്ല, എന്നാലും ഒരു 25,000 രൂപ തരാം. ചേട്ടൻ 60,000 രൂപയുടെ ഫോണല്ലേ വേണ്ടത്, ഒരു 35,000 രൂപയുടെ തന്നു ചേട്ടൻ ഇത് നല്ല ഫോണായിട്ടാ വാങ്ങിച്ചു എന്ന് പറയും അല്ലേ? അല്ലാതെ നമ്മൾ വാങ്ങിയ വിലയ്ക്ക് നമ്മളുടെ ഫോൺ നമുക്ക് വിൽക്കാൻ കഴിയുമോ? ഇല്ല. വിൽക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ലഭിക്കാത്തത്? അപ്പോ നമ്മളത് ഉപയോഗിച്ച് അതിന് എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വന്നു കാണും. മാനുഫാക്ചറിങ്ങിൽ ഒന്നും വന്നില്ലെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ വാങ്ങിയ വില കിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ നമ്മള് മൊബൈൽ ഫോണിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഒരു യന്ത്ര സാമഗ്രി, എന്തെങ്കിലും യന്ത്രം, ഫാനോ അല്ലെങ്കിൽ എന്താ പറയാ AC-യോ വാഷിംഗ് മെഷീനോ എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ അടുത്ത ദിവസം കൊണ്ടു കൊടുക്കുക എന്ന് വെക്കുക. അടുത്ത വർഷം നമ്മൾ അത് വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ വില നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ചില തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഡിപ്രീസിയേഷൻ അല്ലേ? ആ ഡിപ്രീസിയേഷനൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനെയാണ് തേയ്മാന ചിലവ്, ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ തേയ്മാനം പരിഹരിക്കാൻ, അവരത് പരിഹരിച്ചിട്ട് വേണ്ട വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്പ്ലേ പൊട്ടിയ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് കൊടുത്തിട്ട് വേറെ മൊബൈൽ ഫോൺ വാങ്ങി, അവരാ തേയ്മാനം സംഭവിച്ച ആ മൊബൈൽ ഫോണിനെ അതിന്റെ ഡിസ്പ്ലേ മാറി പുതിയതുപോലെ ആക്കിയിട്ട് വേണം വേറെ ഒരാൾക്ക് കൊടുക്കാൻ, ആണല്ലോ?
അതെ സർ. അപ്പോൾ അത്തരത്തിൽ ആ മൊബൈൽ ഫോണിന്റെ നിങ്ങൾ നശിപ്പിച്ച ആ ഭാഗം നന്നാക്കാൻ അവർക്ക് ചിലവ് വേണം. അല്ലെങ്കിൽ ആ തേയ്മാനം പരിഹരിക്കാനായിട്ട്, ആ ഡിപ്രീസിയേഷൻ പരിഹരിക്കാനായിട്ട് അവർക്ക് പണം ആവശ്യമാണ്. അത്തരത്തിൽ ആവശ്യമായി വരുന്ന പണത്തെ ഡിപ്രീസിയേഷൻ ചാർജ് അഥവാ തേയ്മാന ചിലവ് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്രീസിയേഷൻ ചാർജും അതിനകത്ത് കൺസിഡർ ചെയ്യാറുണ്ട്. മനസ്സിലായോ? ദേശീയ വരുമാനം കാണിക്കുമ്പോൾ, ദേശീയ വരുമാനം നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്രീസിയേഷൻ ചാർജും അതിനകത്ത് കൺസിഡർ ചെയ്യും. മൊത്ത ദേശീയ ഉൽപ്പന്നം അതായത് NNP-യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് GNP. സോറി, NNP. ഇപ്പോൾ ടെക്നിക്കലി NNP ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ആരെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ടോ? ഇല്ല സർ. പേരൻസ് മീറ്റിംഗ്. സാറിന് പേരൻസ് മീറ്റിംഗ് ഉണ്ട്. ആരാ ഒരാൾ? ഞാൻ കേട്ടില്ല. ഒരാൾ ഒന്നോർക്ക് പറയൂ. കാരണം ഈ NNP നമുക്ക് ഇച്ചിരി വിശദമായിട്ട് സംസാരിക്കണം. ഈ ട്യൂഷൻ കാരണം നിങ്ങൾ 6:50 ക്ലാസ് നിർത്തേണ്ടത് കൊണ്ട് ഇത് ഇച്ചിരി വിശദമായിട്ട് പറഞ്ഞ് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നാളെ ആരും ക്ലാസ് വെച്ചിട്ടില്ലല്ലോ? ഇല്ല സർ. അപ്പൊ നാളെ ഒരു 7 മണിക്ക് ഇതിന്റെ വീഡിയോ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അതും കൂടെ വെച്ചിട്ട് നാളെ അപ്പൊ ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ് നടക്കുക. വീഡിയോ ഷെയറിംഗ് ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പൊ NNP നമ്മൾ ഒന്നുകൂടെ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞോ. ഇല്ല. അപ്പോ നമുക്കൊരു 1.5 മണിക്കൂറൊക്കെ കിട്ടിയ ഇച്ചിരി വിശദമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെയാണ് ഈ എക്കണോമിക്സ് അങ്ങനാണ്. അതിന്റെ പല ആശയങ്ങൾ, ഏകദേശം പേരുകളൊക്കെ ഒരുപോലെ ഇത് നിങ്ങൾക്ക് മാറിക്കും. അപ്പൊ നാളെ ഒരു 7 മണി ഞാൻ ഇനി മെസ്സേജ് ഒന്നും ഇടണ്ടല്ലോ? വേണ്ട സർ. ഒരു 6:45 ഞാൻ ലിങ്ക് ഇടും. 6:45 മുതൽ നിങ്ങൾക്ക് അതിനകത്ത് കയറാം. ഓക്കെ? അപ്പോ നമുക്ക് ഇന്നും തൽക്കാലം നിർത്താം. NNP ഒന്നുകൂടെ നോക്കാം. അപ്പൊ GNP GDP മനസ്സിലായല്ലോ? മനസ്സിലായി സർ. നോട്ട് ഞാൻ നേരത്തെ അവിടെ ഇട്ടത് എന്തിനു വേണ്ടിയാണ്? അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളുടെ നോട്ട്സ് അതിനകത്തുനിന്ന് എടുത്ത് അന്നന്ന് എഴുതി വെച്ചോണം. 15-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. അറിയാമല്ലോ, നിങ്ങളുടെ 15-ാം തീയതി തുറക്കും. എല്ലാവരുടെയും നോട്ട്ബുക്ക് ഞാൻ ചെക്ക് ചെയ്യും. നോട്ട് അയക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോട്ട് എല്ലാവരും കൂടെ അയച്ചു കഴിയുമ്പോൾ എൻ്റെ ഫോൺ അങ്ങ് ഹാങ് ആകുകയാണ്. ടീച്ച്മെന്റിനകത്ത് ഇടാൻ എന്തെങ്കിലും മെറ്റീരിയൽ ഇടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 12 പേജ് വരെ ഇടാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് എനിക്ക് PDF ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും അഡോബ് സ്കാൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്ത് PDF ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇടാമെന്ന് തോന്നുന്നു. ഫോണിനകത്ത് സ്ഥലമുള്ളവർ ആ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ.
ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ടീച്ച്മെന്റുകാർ ആരെങ്കിലും ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ളവർ പോയിക്കോ. ഞാൻ ഇവരുടെ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ, ഗൂഗിൾ മീറ്റുകാരുടെ. ഓക്കെ സാർ. അഭിജിത്ത് സുരേഷ് ലെഫ്റ്റ് ചെയ്തോ. അലീന തോമസ്, ലെഫ്റ്റ് ചെയ്തോ. അലീഷ എബ്രഹാം, ലെഫ്റ്റ് ചെയ്തു മോളെ. അലൻ ജോൺ, അനഘ ബി, ലെഫ്റ്റ് ചെയ്തു മോളെ. അൻസു നെൽസൺ, ഗംഗാജി. നാളെ 7 മണിക്ക്. ഗംഗാജി ലെഫ്റ്റ് ചെയ്തു മോളെ. ഗംഗ ലെഫ്റ്റ് ചെയ്തു. ജീന ജോൺസൺ, സാന്ദ്ര കെ സന്തോഷ്, ശ്രേയ സുരേഷ്, ലെഫ്റ്റ് ചെയ്തു മോളെ. സ്നേഹ ഡെന്നി, ലെഫ്റ്റ് ചെയ്തു. അപ്പൊ ടീച്ചർമാരെ നമുക്ക് പോവാം.